എന്തൊന്നും മിണ്ടാതിരിക്കണേ? അല്ലടി ഞാൻ ആലോചിക്കണതേ, ഈ 3-3.5 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് ഗവൺമെന്റ് സ്കൂളിൽ ഈ പറഞ്ഞമാര് +1 +2 ഉള്ള സ്ഥിതിക്ക് നമ്മള് എന്താ അതെ, ചെയ്യ? ഇവന്റെ അതേ ക്ലാസ്സിലാണ് ആ സുഗതമാഷ മോള്. അവളൊക്കെ ചേർന്നേ. ഒന്നാമത്തെ കാര്യം, ഈ ഫ്രീ ആയിട്ട് കിട്ടുമെന്നും പറഞ്ഞ ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ടാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞ വല്ല ഇന്റർനാഷണൽ സ്കൂളും പഠിപ്പിച്ചാൽ മതിയായിരുന്നു. എനിക്ക് ടെൻഷനില്ല. അല്ല, സംഭവം ശരിയാണ്. എന്താ കുട്ടിയുടെ ഭാവി നോക്കണ്ടേ ഇപ്പൊ? അല്ല, അതന്നെയാണ്. അത് രണ്ടും നോക്കണ്ടേ നമുക്കതിനെ. അവന്റെ അടുത്ത ഡിഗ്രിയിലേക്ക് കടക്കുമ്പോഴുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്, അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഇതിലേക്ക് എത്തിക്കാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തന്നെയല്ലേ ഈ സുഗതമാഷക്കൊക്കെ നല്ല വിവരമുള്ള ആൾക്കാരല്ലേ, അവരൊക്കെ വെറുതെ ചെയ്യോ? ഹലോ ഹലോ ആ അല്ല, ഇത് ഫീ ഒക്കെ എങ്ങനെ? ആ ആണല്ലേ? ഓ അതെ അതെ, നമുക്ക് താല്പര്യം. ആ ഓക്കെ. അല്ല, ഞാൻ വീട്ടിലൊന്ന് ഡിസ്കഷൻ ചെയ്തതിന് ശേഷം അറിയിക്കാം. ഇത് ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ പോരെ? ഓക്കെ, താങ്ക് യു. അതെ, കങ്കാരു അക്കാദമിയിൽ നിന്ന് വിളിച്ചപ്പോ അവര് പറയണത് +2 +1 +2 ആ ക്ലാസ്സിനോടൊപ്പം തന്നെ ഈ നമ്മുടെ മെഡിക്കലിനും എഞ്ചിനീയറിങ്ങിനുള്ള കോച്ചിങ് ക്ലാസ്സും കൂടി അവർ കൊടുക്കേണ്ടത്. നല്ലതല്ലേ? അപ്പൊ സെപ്പറേറ്റ് നമ്മൾ അതിന് വേണ്ടി ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് വേറെ വിടണ്ട. ഈ +2 ഈ +1 +2ന്റെ ആ ടൈമിൽ തന്നെ ഇവർക്ക് ഇതിനുള്ള വർഷം പോവില്ലേ, അത് കോച്ചിങ്. അപ്പൊ അവർക്ക് എൻട്രൻസ് എഴുതാൻ എളുപ്പമാർഗമായി. അപ്പൊ അങ്ങനെ ഒരു ഇതാ പറയണത്. മാത്രല്ല 3 ലക്ഷം റുപ്യ ഉള്ളൂ, മറ്റു 3.5 പറഞ്ഞു. ശീതള, ഓ ആദ്യം ആ ചെക്കൻ ആ 10ാം ക്ലാസ് ഒന്ന് പാസ്സായിട്ട് ഇങ്ങോട്ട് പോരട്ടെ, എന്നിട്ട് പോരതൊക്കെ അന്വേഷിക്കിട്ട്. അച്ഛാ, പഴയ കാലല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലുമ്പോ സീറ്റ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കല്ല. ഇപ്പൊ 3 കൊല്ലം മുമ്പൊക്കെ ആൾക്കാർ ഇപ്പൊ പറഞ്ഞു ഏൽപ്പിക്കണേ കുട്ടികൾക്ക് സീറ്റിന് വേണ്ടിട്ട്. പ്രാന്താണ്, ആൾക്കാർക്ക് പ്രാന്താന്ന് വിചാരിച്ചിട്ട് അന്ന് ആ പ്രാന്തിന്റെ ഒപ്പം പോയേ പറ്റുള്ളൂ. അല്ലാണ്ട് അവർക്കൊക്കെ പ്രാന്താന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് നമ്മുടെ കുട്ടികളാണ് പരാജയമാവുക. കുട്ടികൾ തമ്മിലിപ്പോ മത്സര. എന്തിനാ പഠിക്കണ്ടേ, എവിടെ സീറ്റ് കിട്ടാൻ വെച്ചിട്ട്. ആയിക്കോട്ടെ. അവസാനം കുളിപ്പിച്ചൊരു കുട്ടിയില്ലാണ്ട് എന്ന് പറയണ അവസ്ഥ ഉണ്ടാക്കരുത്. ഇത്രേ ഉള്ളൂ. ഒന്നും മിണ്ടില്ല. ഞാൻ ഉണ്ടല്ലേ കുഴപ്പം. ഇനി പഠിത്തം കഴിയുന്നത് വരെ ഇനി പിന്നെ കടയിൽ പോണില്ലേ? അച്ഛന്ന് എന്തെങ്കിലും ഒന്ന് തീരുമാനാവണ്ടേ? അല്ലാണ്ട് ഞാൻ കടയിൽ പോയിട്ട് ആ കാര്യത്തിന്റെ ഇടയിൽ ഇറങ്ങണേ, ഇവന്റെ കാര്യം നോക്കാൻ ആര് പോവും? ഇനി ഇവന്റെ പരീക്ഷ കഴിയുന്നത് വരെയാണ് തിരിഞ്ഞു നോക്കണില്ല നീ. അച്ഛനോട് പറയാൻ തന്നാലേ എവിടെ എത്തില്ല. അതൊന്നും ഉണ്ടാണ്ടിരിക്കാല്ലേ. ഓനെ എന്താ നിനക്ക്? എന്താണ്? ഒരു സാധനം കഴിച്ചിട്ടില്ല. എന്റെ കുട്ടി, നിനക്ക് ട്യൂഷൻ അല്ല, അതിന് നീ പോയിട്ടില്ല. ജലപാനം നീ കഴിച്ചിട്ടില്ല. എന്താ ഉദ്ദേശിക്കണത്? എക്സാം എടുത്തില്ലേ? ഇനി എന്താണ്? എന്താ നിന്റെ പ്രശ്നം? എന്താച്ചാ പറഞ്ഞോ നീയേ. എനിക്ക് പഠിക്കാൻ പറ്റില്ല. എന്റെ മോനെ, അതിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരണോ? അച്ഛന്റെ ജോലിക്ക് പോലും പോവാതെ ഇവിടെ നിക്കല്ലേ. 2 ദിവസമായി അമ്മ ഉറങ്ങിയിട്ട്. നിന്റെ ഒറ്റ കാര്യം പറഞ്ഞു. എനിക്ക് എന്താ വേണ്ടച്ച പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തു തരും. എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണണം. സൈക്കോളജിസ്റ്റിനെ? എന്തേ? കൗൺസിലിങ്ങിനാ.
അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ? മോനൊരു കാര്യം ചെയ്യ്, പുറത്ത് പോയിട്ടെ പാരൻസിനോട് ഇങ്ങോട്ട് വരാൻ പറ. മോനവിടെ നിന്നു. അച്ഛാ അമ്മ ഡോക്ടറെ വിളിക്കണ്ട്. ഇല്ല അങ്ങനെ ചെന്നു. ഡോക്ടർ നിങ്ങളെ കാണേണ്ടത് വന്ന്. ആ ശീതളൻ അല്ലേ? അതെ തുണിക്കട നടത്തുന്നല്ലേ? അതെ സാർ. ഇപ്പോൾ കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക, കച്ചവടം ശ്രദ്ധിക്കാതെ അല്ലേ? അതെ സാറേ, അത്രയും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ അവന് പരീക്ഷയുടെ പേടിയായിരിക്കും അല്ലേ? ടെൻഷനാണ്, ടെൻഷൻ. പക്ഷേ പരീക്ഷയെക്കുറിച്ചുള്ള ടെൻഷനല്ല, ഓ നിങ്ങൾ ഓർത്തിട്ടുള്ള ടെൻഷനാണ്. നമ്മൾ പണിക്ക് പോകാതെ ഇരിക്കുന്നതന്നെ. നിങ്ങൾ പണിക്ക് പോവാത്തതിൻ്റെ അല്ല, നിങ്ങൾ അവന് കൊടുക്കുന്ന പ്രഷർ. അവന് എത്ര വയസ്സായിട്ടുണ്ട്? 15 വയസ്സായിട്ടുള്ളൂ. കാലത്തെ 5 മണിക്ക് അവന് ക്ലാസ്, നിങ്ങൾ രാവിലെ ട്യൂഷൻ തുടങ്ങും. അത് കഴിഞ്ഞ് അവൻ സ്കൂളിൽ പോകും, റെഗുലർ ക്ലാസ്. അത് കഴിഞ്ഞാൽ വീണ്ടും ട്യൂഷൻ, അത് കഴിഞ്ഞ് സ്പെഷ്യൽ ട്യൂഷൻ. ഇതെല്ലാം കഴിഞ്ഞ് രാത്രി എത്ര മണിക്കാണ് കുട്ടി വീട്ടിലെത്തണേ? എത്ര മണിക്കാണ്? 7-8 മണിയാണ്. കുട്ടി പറഞ്ഞല്ലോ 9 മണി കഴിയുമെന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ ഫുഡും കഴിച്ചിട്ട് പിന്നെ വീണ്ടും അടുത്ത ബുക്ക് എടുത്ത ഹോംവർക്ക് റിവിഷൻ അത് ഇത് നിങ്ങൾ ചെയ്യിക്കണമെന്ന് പറഞ്ഞല്ലോ. അത്രയും ചെയ്യുന്നുണ്ട് സാർ. എന്നിട്ട് പോലും നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായില്ലേ? അന്ന് നിങ്ങൾ ഇതുമാതിരി പഠിച്ചോ? രാവിലെ 5 മണിക്ക് എണീറ്റ് പഠിക്കുകയും ഇതുപോലെ നിങ്ങൾ പഠിച്ചിരുന്നോ? ഇല്ല സാർ, നമുക്ക് അങ്ങനത്തെ അവസരം ഉണ്ടല്ലേ. നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ. നമുക്ക് കഴിയാത്തത് നമ്മളെ കുട്ടികളെ കൊണ്ട് അടിച്ചേൽപ്പിച്ച് നിർബന്ധിച്ച് ചെയ്യിക്കരുത്. അത് ഭയങ്കര മണ്ടത്തരമാണ്. നിങ്ങൾ വന്നപ്പോൾ പുറത്തൊരു അച്ഛനും മോനും ഇരിക്കണുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു റിട്ടയർഡ് ഹോമിയോ ഡോക്ടറാണ് രാഘവൻ, അദ്ദേഹത്തിന്റെ മകനുമാണ്. നമുക്ക് ആരെ വേണേലും അവനെ. അല്ല അതല്ല, ഞാൻ പറയട്ടെ. ഒരു കാലത്ത് നിങ്ങളെപ്പോലെ ഈ കുട്ടിയെ പഠിപ്പിച്ച് വലിയ മിടുക്കനാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു അച്ഛനാണ് ആ രാഘവൻ സാർ. നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു. 10ാം ക്ലാസ്സിൽ ട്യൂഷൻ അതും ഇതൊക്കെ കൊടുത്തു, ഫുൾ A+ മേടിച്ചു. അത് കഴിഞ്ഞ ഉടനെ അവനെ എൻട്രൻസ് കോച്ചിങ്ങിന് വിട്ടു. എൻട്രൻസ് പാസ്സായി മെഡിക്കൽ കോളേജിൽ MBBSന് ജോയിൻ ചെയ്തു. അവിടെ തുടങ്ങി അവൻ്റെ പ്രശ്നങ്ങൾ. ഈ കൂട്ടിലടച്ചിട്ട് കിളിയെ തുറന്നു വിടൂലേ, അവന് ഫുൾ സ്വാതന്ത്ര്യം പെട്ടെന്ന് കിട്ടിയപ്പോൾ അവന് പുതിയ പുതിയ സൗഹൃദങ്ങളായി, പുതിയ കൂട്ടുകെട്ടുകളായി, പിന്നെ മയക്കുമരുന്ന്, മദ്യം, അങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ട ആ പയ്യനിപ്പോൾ എൻ്റെ ഇതിൽ ട്രീറ്റ്മെൻറ്റിലാണ്. നമ്മുടെ കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഇൻബോണായിട്ടൊരു കഴിവുണ്ട്. ആ കഴിവ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക, എന്നിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുക. അതാണ് രക്ഷകർത്താക്കൾ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് നിങ്ങളെ കുട്ടിയെ കൊണ്ട് ചെയ്യിക്കാന്ന് പറഞ്ഞാൽ അവർ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. അങ്ങനെ ആയിക്കഴിഞ്ഞാലേ പുറത്തിരിക്കുന്ന പയ്യൻ്റെ അവസ്ഥയാവും. അവൻ്റെ ഇഷ്ടത്തിന് പഠിച്ചോട്ടെ. അവനെ കാര്യഗൗരവമുള്ളൊരു പയ്യനായതുകൊണ്ടാണ് ഒരു കൗൺസിലിംഗ് വേണമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നിങ്ങളെയാണ് കൗൺസിൽ ചെയ്യേണ്ടത് എന്നോട് പറഞ്ഞു. നിങ്ങൾ
കുട്ടി നല്ല മിടുക്കൻ കുട്ടിയാണ്. അവനൊരു നിലയിലെത്തും. ധൈര്യമായിട്ട് പോകും. വേറെ ഈ മാർക്ക് കുറയണത് ഒന്നും പ്രശ്നമല്ല. ഒരു വിദ്യാഭ്യാസത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഫുൾ A+ മേടിക്കുക എന്നുള്ളതല്ല കേട്ടോ. ഓക്കെ, അവൻ പഠിച്ചോട്ടെ.